ഹലോ, എല്ലാവർക്കും M4Mathewലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡിഷാണ്. ഡിഷെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വേറൊന്നുമല്ല, നമ്മൾ കൂവരവ് കൊണ്ടുള്ള ഒരു അലുവയാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാൻ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തെ ബെല്ലൈക്കോണും മറക്കാതെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ താമസിക്കുന്നില്ല, വേഗം ആ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാൻ പോകും. നമുക്കിന്ന് കൂവരവ് കൊണ്ട് ഈ അലുവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂവരവ് എടുത്തിട്ടുണ്ട്. പഞ്ഞിപ്പുല്ലെന്നും പറയും ഇതിന്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേണം നമുക്ക് എടുക്കാൻ. വൃത്തിയാക്കിയതിന് ശേഷം ഒരു നൈറ്റ് മുഴുവൻ ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പം ഇതിനകത്ത് ഒത്തിരി പൊടിയും ഒക്കെ വരും. നമ്മളിത് നല്ലോണം ഒന്ന് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലോണം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിന് വലിയ വിലയില്ല. 1 കിലോയ്ക്ക് ഏകദേശം 50 രൂപയോളമേ വരത്തുള്ളൂ. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും 6 മാസം ആയ കൊച്ചു കുഞ്ഞുങ്ങൾക്കും പിന്നെ പ്രായമായവർക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ വേസ്റ്റ് പൊങ്ങി വരും. ഒരു 4-5 തവണ ഇത് കഴുകിയെടുക്കണം. നമുക്ക് കഴുകിയെടുക്കാം. നമ്മളിത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തം ഒരു 7 പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് നിറച്ചിട്ടേക്കണം. ഒരു നൈറ്റ് ഫുൾ ഇത് വെള്ളത്തിൽ തന്നെ കിടക്കണം. അപ്പോൾ കുതിർന്ന് നമുക്ക് കിട്ടണം. നമ്മൾ കുതിരാനിട്ടിരുന്നത് കൂവരവ് ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ കൂവരവെല്ലാം ഈ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. ചെറിയ ജാറാണെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്ത് അരച്ചാൽ മതി. വലിയ ജാറാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 1 കിലോ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ടത്. ഇനി നമുക്ക് ഈ അരിച്ചെടുക്കുന്ന സമയത്ത്, അരിപ്പ് വെച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് വേണം അരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ അത് വീഴത്തില്ല, ആ അരിപ്പയിൽ കൂടി വീഴത്തില്ല. അതുകൊണ്ട് നമ്മൾ അല്പം വെള്ളം ചേർത്ത് ഈ അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണ്. നമ്മളൊരു അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിപ്പയ്ക്കകത്തോട്ടിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. മാക്സിമം ഇതിനകത്ത് ഈ കിടക്കുന്ന കൊത്തെല്ലാം കൂടെ നമുക്ക് അരിച്ച് മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം ഇതുപോലെ അരിച്ചതിന് ശേഷം അവസാനം നമ്മളൊരു കോട്ടൺ തുണി വെച്ച് അരിച്ചെടുക്കാൻ പോകുന്നുണ്ട്. എന്നാലും നമുക്കിത് ക്ലിയറായിട്ട് കിട്ടത്തുള്ളൂ. ഇതിനകത്ത് ഒത്തിരി തവിട് വരുന്നുണ്ട്. നല്ലോണം ഇതുപോലെ അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ ഇതുപോലെ അതിനകത്ത് ഒത്തിരി ആ കൊത്ത് ശരിക്കും കിട്ടും. നമുക്കതിനകത്ത് ഇനിയും അതിൻ്റെ പാല് കിട്ടും. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ അത് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കാൻ തന്നെ ഇച്ചിരി സമയമെടുക്കും. എന്നാലും നമുക്കിത് മുഴുവനും അരിച്ചെടുത്തേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതും വീണ്ടും ഒന്നുകൂടെ അരിക്കേണ്ടി വരും, കാരണം ഇതിനകത്തും കുറേ കൊത്ത് കിടക്കും. ഇത് മൊത്തം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം.
ഇതുപോലെ പിഴിഞ്ഞ് കൊത്ത് മാറ്റണം. ഈ കൊത്ത് നമുക്കിനി ഇതിനകത്ത് ആവശ്യമില്ല. നമ്മളിപ്പം അരിപ്പയിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ അവസാനമായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ അരിച്ചെടുക്കുന്നത് തന്നെ ഒരല്പം സമയമെടുക്കും നമുക്കത്. ഈ തുണി വെച്ച് അരിച്ചെടുക്കുമ്പം അതിൻ്റെ ആ കൊത്ത് മാക്സിമം ഒഴിവായി കിട്ടും. അങ്ങനെ നമ്മുടെ കൂവരവിൻ്റെ പാല് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം 1 കിലോയുടെ ശർക്കര എടുത്തിട്ടുണ്ട്. 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാനിയായിട്ട് കാച്ചിയെടുക്കണം. നമ്മൾ ഈ കൂര അരച്ചത് അത് മുഴുവനും അതിൻ്റെ ആ ഒരു പാല് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുണിയിലൊക്കെ അരിച്ചെടുത്തതാണ്. നമുക്കിനി ഇത്രയും ഏലക്ക വേണം. ഒരു 8-10 ഏലക്കയുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു ശകലം പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ പഞ്ചസാര തന്നെ ഏകദേശം ഒരു 4 ടീസ്പൂണോളം ഇട്ടു. എന്നിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ അലുമിനിയത്തിൻ്റെ കട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ അലുവ ഉണ്ടാക്കുമ്പോൾ മാക്സിമം കട്ടിയുള്ള പാത്രമേ യൂസ് ചെയ്യാവൂ, അല്ലെങ്കിൽ വലിയ പാടായിരിക്കും. നമുക്കിനി ഈ കൂവരവിൻ്റെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കി വേണം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യം. ഇനി നമുക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചില്ലായിരുന്നോ, അതൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മൊത്തത്തിൽ ഇളക്കണം. മൊത്തം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനിയാണ് നമ്മളിത് ഈ സ്റ്റൗ ഓൺ ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റൗ നമ്മൾ ഓൺ ചെയ്യുന്നത്. ഇനിയാണ് പണി. ഒരു 1.5 മണിക്കൂർ ഇതുപോലെ കൈ തോരാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശരിക്കും കൈ എടുക്കാതെ ഇത് മുഴുവൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഏകദേശം ഈ ഒരു രീതിയാകുമ്പോൾ നമ്മൾ പാവ് കാച്ചി വെച്ച് ശർക്കര അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ ഒരു കൈ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ മുഴുവനും ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അത് മുഴുവനായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. നമ്മൾ ഇളക്കി അതിൻ്റെ കളറിന് തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരുവിധം ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി. ഏകദേശം ഇത് റെഡിയായി വരുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് ഇത് വരുന്നുണ്ട്. ആ സമയത്ത് ഈ ഒരു പരുവാകുന്ന സമയത്ത് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്.
നമ്മളൊരു 4 ടേബിൾ സ്പൂണിന് നെയ്യ് അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി മൊത്തം ഒന്ന് ഇളക്കി അതൊന്ന് പിടിപ്പിക്കണം. ഈ 4 ടേബിൾ സ്പൂൺ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 100-150 ഗ്രാമാണ്. അങ്ങനെ നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മറ്റൊരു പാത്രത്തിനകത്തോട്ട് അല്പം എടുത്ത് മാറ്റി വെച്ചു. തണുക്കാനായിട്ട് എടുത്തതാണ്. ഇനി തണുത്തതിന് ശേഷമേ നമുക്കിത് ടേസ്റ്റ് നോക്കാനൊക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1 കിലോ കൂവരവും 1 കിലോ ശർക്കരയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു 8-10 കാർഡമം ഒക്കെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഹലുവയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ടേസ്റ്റ് നോക്കാം, നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി ഉണ്ടായിരുന്നു. നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഹലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഹലുവകൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ഒരു ഹലുവയാണെന്ന്. നല്ല ടേസ്റ്റുള്ള ഹലുവയാണ്. നിങ്ങളിതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നന്നായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു ഹലുവയാണ്. എല്ലാവർക്കും വീടുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യാം. നല്ലൊരു ഹലുവയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കോണും മറക്കാതെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.